മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കി മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ അമിത് ഷാ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അതിനിടെ CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ മണിപ്പൂരിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, അതീവ ജാഗ്രതയോടെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ ശക്തമായൊരു സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കൂടി തീരുമാനമായിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഈ സ്ഥിതിഗതികളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. വളരെ കൃത്യമായി സംഘർഷം വ്യാപിപ്പിക്കുന്നതിന് ചില ഇടപെടലുകൾ ഉണ്ടായി എന്ന നിഗമനത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുള്ളത്. ഇതിനോടകം തന്നെയും കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ മണിപ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി നിലവിലെ വിഷയവും സാഹചര്യവും നോക്കിക്കാണുകയാണ്. അതിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന് ഇനി മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് റാലികൾ ഉൾപ്പെടെ പ്രത്യേക യോഗങ്ങൾ ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ടാണ് അമിത് ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് നിലവിൽ മണിപ്പൂരിലെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം ഈ സംഘർഷം തടയുന്നതിനാവശ്യമായിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള മുൻകരുതൽ നടപടികൾ സംബന്ധിച്ചുമുള്ള വിലയിരുത്തലും ഒപ്പം തുടർ നടപടികളെ സംബന്ധിച്ചും വിശദമായ യോഗം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കിക്കൊണ്ട് മുംബൈയിൽ നിന്ന് അമിത് ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അജയ് ബെല്ല ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഒപ്പം വിവിധ ഏജൻസികളുടെ മേലധികാരികളുമായുള്ള പ്രത്യേക യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മണിപ്പൂരിൽ സമാധാന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി മുൻപോട്ട് പോകാനുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. ഗവർണർ അനസുയ യുക്കെയുടെ നേതൃത്വത്തിലുള്ള സമാധാന സമിതി ഈ സംഘർഷബാധിത മേഖലകൾ സന്ദർശിക്കുകയാണ്. അവിടെ സമാധാന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുൻപോട്ട് പോകുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ വീട്ടിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചു കയറുകയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഒപ്പം കോൺഗ്രസ് BJP MLA-മാരുടെ വസതിയിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഇന്നലെ നടത്തിയിരുന്നു. ഈ അത്തരം സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നത്. അവിടെയും മതപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമുള്ള പ്രചാരണങ്ങൾ മുൻപ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. അതായത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്ന വ്യാജ പ്രചരണം വലിയ രീതിയിൽ രാജ്യത്തുടനീളം കേരളത്തിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നാൽ കാലങ്ങളായി നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നെയ്തി കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉടലെടുക്കുന്നതെന്നും അതിന് രാജ്യത്തിന്റെ വിഘടനവാദ ശക്തികളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ട്. രാജ്യത്തിന് പുറത്തു നിന്നുള്ള വിഘടനവാദികളുടെയും സഹായം ലഭിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഗോത്ര വിഭാഗങ്ങളുടെ ആളുകളുടെ കയ്യിൽ പോലും അത്യാധുനിക യന്ത്രവൽകൃത തോക്കുകൾ ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളുടെ ഭാഗമായാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുകയും സമാധാന പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷബാധിത സാഹചര്യം മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതിനേറെ ഗൗരവത്തോടു കൂടി കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കിക്കൊണ്ടാണ് രാജ്യതലസ്ഥാനത്തെത്തി ഉന്നതതല യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ അതീവ ഗൗരവത്തോട് തന്നെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം ഈ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു പ്രകോപനം ഒരു സംഘർഷം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ചില മേഖലകൾ ഇപ്പോഴും കർഫ്യൂ നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ അതീവ ഇത്തരത്തിലുള്ള സംഘർഷബാധിത പ്രദേശങ്ങളിലേക്ക് കൂടി കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്ന് CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ മണിപ്പൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ നിലവിൽ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രാരംഭഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ ഈ ഒരു പ്രധാനപ്പെട്ട ഇത്തരം മേഖലകളിലൊക്കെ തന്നെയും സുരക്ഷ കാര്യക്ഷമമായി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു പ്രാഥമിക ഘട്ടം തന്നെയല്ലേ ഇപ്പോൾ തുടക്കമായിട്ടുള്ളത്? വിഷ്ണു, CRPF-ന്റെ DG ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ മണിപ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇംഫാൽ വെസ്റ്റ് ഒപ്പം ഇംഫാൽ ഈസ്റ്റ്, ബിഷ്ണുപൂർ, തൗബാൽ,
കാങ്ടോങ്ചി, ചുരാചന്ദ്പൂർ എന്നിവിടങ്ങളിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഒപ്പം മുൻപ് സംഘർഷം ഉണ്ടായപ്പോഴും ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാവുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജില്ലകളിൽ, ഈ മേഖലകളിൽ നിലവിൽ ഇന്റർനെറ്റ്, മൊബൈൽ സംവിധാനങ്ങൾ താൽക്കാലികമായി വിച്ഛേദിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ട് കർശനമായി സൈന്യത്തിന്റെ വിന്യാസം ഈ മേഖലകളിൽ നടത്തിയിട്ടുണ്ട്. ഏത് വിധേനയും അക്രമം തടഞ്ഞുകൊണ്ട് സമാധാന പ്രവർത്തനങ്ങൾ, സമാധാന ചർച്ചകൾ ഊർജിതമാക്കുക എന്ന നയമാണ് മണിപ്പൂരിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം ആയുധമെടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മണിപ്പൂരിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിറകിൽ വ്യക്തമായ ആസൂത്രണം നിലവിലുണ്ടെന്നും വളരെ കൃത്യമായി ബോധപൂർവമായ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള സംഘർഷത്തിന് പിന്നിലുണ്ട് എന്ന കൃത്യമായ വിലയിരുത്തൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള നിയമ നടപടികൾ തുടർന്നു വരികയാണ്. നിയമ നടപടികൾക്കൊപ്പം തന്നെ മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്തുന്നതിനുള്ള എല്ലാ സമാധാന ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.